നമസ്കാരം. കൊല്ലം റേഡിയോ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2025 ഡിസംബർ 20 ശനി. ഈ മണിക്കൂറിലെ പ്രധാന തലക്കെട്ടുകൾ. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷണത്തിൽ അതൃപ്തി രേഖപ്പെടുത്തി ഹൈക്കോടതി. ഉന്നതരിലേക്ക് അന്വേഷണം എത്തുന്നില്ലെന്ന് കോടതിയും പ്രതിപക്ഷവും. മസാല ബോണ്ട് കേസ് മുഖ്യമന്ത്രിക്ക് തിരിച്ചടി. കിഫ്ബി ഇടപാടിൽ ഇഡിക്ക് അന്വേഷണവുമായി മുന്നോട്ടു പോകാമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്. IFFK പുരസ്കാരങ്ങൾ. മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം 2 സീസൺസ് 2 സ്ട്രേഞ്ചേഴ്സിന്. ക്രിക്കറ്റ് ആവേശം. ദക്ഷിണാഫ്രിക്കയെ തകർത്ത് ഇന്ത്യ T20 പരമ്പര സ്വന്തമാക്കി. അണ്ടർ 19 ഏഷ്യാകപ്പ് ഫൈനലിൽ നാളെ ഇന്ത്യ പാക് പോരാട്ടം. വാർത്തകൾ വിശദമായി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അന്വേഷണ സംഘത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി രംഗത്തെത്തി. സംരക്ഷകർ തന്നെ വിനാശകരായി മാറിയ അപൂർവ കുറ്റകൃത്യമാണ് ഇതെന്നും ചില പ്രധാന പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിൽ അന്വേഷണ സംഘം അലംഭാവം കാണിക്കുന്നുവെന്നും കോടതി നിരീക്ഷിച്ചു. പത്മകുമാർ ഉൾപ്പെട്ട ബോർഡിലെ മറ്റ് അംഗങ്ങൾക്കും ക്രിമിനൽ ഉത്തരവാദിത്തമുണ്ടെന്ന് പറഞ്ഞ കോടതി നീതിപൂർവമായ അന്വേഷണം വേണമെന്ന് SITക്ക് മുന്നറിയിപ്പ് നൽകി. കേസിൽ സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയെയും ജ്വല്ലറി ഉടമ ഗോവർദ്ധനെയും റിമാൻഡ് ചെയ്തിട്ടുണ്ട്. മസാല ബോണ്ട് ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും സർക്കാരിനും തിരിച്ചടിയേറ്റു. കിഫ്ബി ചെയർമാൻ എന്ന നിലയിൽ മുഖ്യമന്ത്രിക്ക് നൽകിയ ഡി നോട്ടീസിലെ തുടർ നടപടികൾ തടഞ്ഞ സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തു. ഇതോടെ കേസിൽ കേന്ദ്ര ഏജൻസിക്ക് അന്വേഷണവുമായി മുന്നോട്ടു പോകാം. തിരുവനന്തപുരത്ത് നടന്ന 30 കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് സമാപനമായി. ഷോ മിയാക്കി സംവിധാനം ചെയ്ത 2 സീസൺസ് 2 സ്ട്രേഞ്ചേഴ്സ് മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം നേടി. IFFKയെ ഞെരിച്ച് കൊല്ലാൻ അനുവദിക്കില്ലെന്നും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റം അംഗീകരിക്കില്ലെന്നും സമാപന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ അവസാന T20 മത്സരത്തിൽ 30 റൺസിന് ജയിച്ച ഇന്ത്യ പരമ്പര സ്വന്തമാക്കി. തിലക് വർമ്മയുടെയും ഹാർദിക് പാണ്ഡ്യയുടെയും വെടിക്കെട്ട് ബാറ്റിംഗാണ് ഇന്ത്യയ്ക്ക് കൂറ്റൻ സ്കോർ സമ്മാനിച്ചത്. വരുൺ ചക്രവർത്തി 4 വിക്കറ്റുകൾ വീഴ്ത്തി. നാളെ ദുബായിൽ നടക്കുന്ന അണ്ടർ 19 ഏഷ്യാകപ്പ് ഫൈനലിൽ ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. ചുരുക്കത്തിൽ ചില വാർത്തകൾ കൂടി. കേരളത്തിലെ വോട്ടർ പട്ടികയിൽ നിന്ന് 25 ലക്ഷം പേർ പുറത്തായത് ആശങ്കാജനകമെന്ന് മുഖ്യമന്ത്രി. നടൻ മോഹൻലാൽ സ്കൂൾ കലോത്സവത്തിന്റെ സമാപന സമ്മേളനത്തിൽ മുഖ്യാതിഥിയാകും. ആയുർവേദ ശാസ്ത്രജ്ഞനും പത്മശ്രീ ജേതാവുമായ ഡോക്ടർ പുഷ്പാങ്കദൻ അന്തരിച്ചു. ഉണ്ണി മുകുന്ദൻ നരേന്ദ്രമോദിയായി എത്തുന്ന മാ വന്ദേ എന്ന ചിത്രത്തിന്റെ ചിത്രീകരണം ആരംഭിച്ചു. കൊല്ലം റേഡിയോ വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.